Radio Garage. Radio Garage. റേഡിയോ ഗാരേജിൽ 2026 വാഹനങ്ങളെ പറ്റിയുള്ള ചർച്ചയാണ് കേട്ടോ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിനുവും കെവിനും ഉണ്ട്. ഒരുപാട് വണ്ടികൾ കൂടെ നമ്മളുടെ ഇന്നത്തെ ഗാരേജിൽ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വാഹനങ്ങളെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ പറയുന്നു, പക്ഷേ കൂടുതൽ വാഹനങ്ങൾ പറയുന്നു. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ പോളിസി. അതെ, അങ്ങനെ പറയുമ്പോൾ ഹോണ്ട പറഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ഹ്യുണ്ടായി പറയാതെ മറ്റൊരു ബ്രാൻഡിലേക്ക് കടക്കാൻ പറ്റില്ല. ഹ്യുണ്ടായിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? ഹ്യുണ്ടായിൽ നിന്നും 4 വാഹനങ്ങൾ വരുന്നുണ്ട്. 4 വാഹനങ്ങളിൽ പുതിയത് എത്ര, നിലവിലുള്ളത് എത്ര? 3 ഫേസ് ലിഫ്റ്റും ഒരു പുതിയ വാഹനം. ഒരു പുതിയ വണ്ടി വരുന്നുണ്ട് ഹ്യുണ്ടായിക്ക്. ഓക്കെ, പുത്തൻ വാഹനത്തിനെ പറ്റി തന്നെ പറഞ്ഞു കൊടുക്കാം. അതെ, പുത്തൻ വാഹനം ഹ്യുണ്ടായിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ എനിക്കും നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം ഹ്യുണ്ടായുടെ വാഹനമാണല്ലോ. അതെ, ബയോൺ എന്നാണ് വാഹനത്തിന്റെ പേര്. ബയോൺ. യെസ്. ഏത് ലെവലിൽ നിൽക്കുന്ന വണ്ടിയാണ്? 8 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ ആയിരിക്കും പ്രൈസ് വരുന്നത്. ഓക്കെ, കൊള്ളാം. അതായത് ഒരു ഫ്രോങ്സ് മാഗ്നറ്റിന്റെ ഒക്കെ ഒപ്പം മത്സരിക്കാൻ വേണ്ടി ഹ്യുണ്ടായി ഇറക്കുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഹ്യുണ്ടായെ പറ്റി പറയുമ്പോൾ i10 മുകളിൽ i20 താഴെ അങ്ങനെ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ i20 മുകളിലായിരിക്കുമോ? അതായത് i10 മുകളിൽ ഇപ്പൊ എക്സ്റ്റർ ഉണ്ട്. ഓക്കെ, എക്സ്റ്ററിന് മുകളിൽ വെന്യൂ ഉണ്ട്. അതിന് മുകളിൽ i20 ക്രെറ്റ ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അതായത് അവർ ഉദ്ദേശിക്കുന്നത് എക്സ്റ്ററിനും വെന്യൂനും ഇടയ്ക്കുള്ള ഇത് പ്ലേസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഹ്യുണ്ടായി ഇങ്ങനെ പരിവരായിട്ട് നിർത്തുമ്പോൾ മോനെ ഒന്ന് ഒതുങ്ങിയടാ, ഇതിനൊന്ന് ഇടയ്ക്ക് കയറ്റിക്കോട്ടെ എന്നുള്ളൊരു സീനാണ്. ഒരുപാട് വാഹനമുള്ളവരുടെ ഒരു പ്രശ്നമേ. ഇതൊക്കെ കാണുമ്പോൾ ടൊയോട്ട അവിടെ ഇരുന്ന് ചിരിക്കും. കാരണം ഞങ്ങൾക്ക് 2-3 വണ്ടിയുള്ളൂ, ഇടയിലൊന്നും കയറ്റി നിർത്തണ്ട, വിശാലമായിട്ട് നിരത്തിയിരുത്താം. അപ്പോ ഒത്തിരി വാഹനങ്ങൾ നിരത്തിലിറക്കുന്ന ഹ്യുണ്ടായി കഷ്ടപ്പെടുന്ന കാഴ്ചയും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബലേനോ, ഫ്രോങ്സ്, ബ്രസ ഇങ്ങനെയുള്ള വാഹനങ്ങൾ എനിക്കൊന്ന് സ്കൂളിൽ അസംബ്ലിക്ക് കുട്ടികളെ നിർത്തിയിരിക്കുന്നത് പോലെ നിരത്തി നിർത്താൻ വാഹനങ്ങളുള്ള മാരുതി എന്ത് ചെയ്യുന്ന നമ്മൾ ആലോചിക്കുന്നത്. ഓക്കെ, അപ്പോ ഇത് കൊള്ളാം. ഇത് എക്സ്റ്ററിനും i20 ഇടയിൽ വരുന്നു. എക്സ്റ്ററിനും വെന്യൂനും ഇടയിൽ. അതായത് വെന്യൂവിന്റെ സെയിം ആയിട്ടുള്ള ഒരു പ്രൈസിലായിരിക്കും വരുന്നത്. ഒരു ഹാച്ച് ബാക്ക് ആയിരിക്കും, പക്ഷേ വെന്യൂവോളം വലിപ്പമുള്ള. അതെ, അത്രയും പറയാം. അതായത് ഇപ്പം ഫ്രോങ്സും ബ്രസയായിട്ട് കമ്പയർ ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരു കമ്പാരിസൺ ആയിരിക്കും. ഓക്കെ, കൊള്ളാം. അതായത് ഫ്രോങ്സിന് കുറച്ചുകൂടെ ലെങ്ത് വിഡ്ത്ത് ഒക്കെ കുറവാണ്, പക്ഷെ കുറച്ചുകൂടെ ഓടിക്കാൻ ഫണ്ണുള്ള വാഹനമാണ്. ബ്രസ കുറച്ചുകൂടെ വലിപ്പമുള്ള വാഹനം. ബ്രസയുടെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് വെന്യൂ ഉള്ള സ്ഥിതിക്ക് ഫ്രോങ്സിന്റെ കോമ്പറ്റീറ്റർ ആയിട്ട് അവർക്ക് വേണ്ടത് ബയോൺ ആയിരിക്കും. ശരി, കൊള്ളാം. ഇത് എപ്പോഴത്തേക്കായിരിക്കും വരാൻ പോകുന്നത്? Q3 2026. വൈകാതെ വരുന്നുണ്ട്. ഒരു 5-6 മാസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പുറത്തു വരും. കുറച്ചുകൂടെ നമുക്ക് സ്പെക്സിലേക്ക് പോവാം. 1.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ ആയിരിക്കും. എക്സ്റ്ററിൽ കണ്ടിട്ടുള്ള ആ ഒരു സെയിം എഞ്ചിൻ തന്നെയായിരിക്കും ഒരു വാഹനത്തിൽ വരുന്നത്. കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്യുന്നുണ്ടാവും. ശരി. ഹ്യുണ്ടായി കൊറിയൻസ് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഹ്യുണ്ടായി കിയ വാഹനങ്ങളിലൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി കൂടുതൽ ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും. മൊബൈൽ ഫോണൊക്കെ ഓരോ കമ്പനികൾ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെയാണ്. അതെ, ഹ്യുണ്ടായുടെ ഒക്കെ വാഹനങ്ങളിൽ നമ്മൾ പുറത്തു വരുമ്പോൾ എന്തൊക്കെയാണ് ഇവർ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നോക്കാൻ ഒരു അത്ഭുതമുണ്ട്. അങ്ങനെ അത്ഭുതം ഇല്ലാത്ത ബ്രാൻഡുകൾ ഉണ്ട് കേട്ടോ നാട്ടിൽ. അതെ, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അതെ. ഇനിയിപ്പോ ഫേസ് ലിഫ്റ്റിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് വെർണയ്ക്ക് ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്. വേറെ വരുന്നുണ്ട്. അതെ, ശരി. സത്യം പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലെ ഒരു അവസ്ഥ നോക്കുമ്പോൾ സെഡാൻസ് ഒക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സെഡാൻസ് ഒന്നും കാര്യമായിട്ട് വിൽപ്പന വരുന്നില്ല. എല്ലാവരും SUV-ലേക്ക് പോവുകയാണ്. നമ്മുടെ ഇവിടുത്തെ റോഡ് കണ്ടീഷൻ വെച്ചിട്ട് SUV തന്നെയാണ് പറ്റുള്ളൂ. കാര്യം റോഡ് മൊത്തം കുഴിയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിനാരിയോ വെച്ചിട്ടായിരിക്കും. പിന്നെ കുറച്ചുകൂടി ഉയർന്ന ഒരു ഡ്രൈവിംഗ് പൊസിഷൻ, നല്ല സ്പേസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് SUVs ആണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ സെഡാൻസ് മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ കാര്യം സിയാസ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. സിയാസ് പോയി. ഇപ്പോൾ സെഡാൻ നോക്കുകയാണെങ്കിൽ സിറ്റി ഉണ്ട്, വെർണ പുതിയത് വരുന്നുണ്ട്, ഇപ്പൊ നിലവിലുള്ള വെർണയുണ്ട്, പിന്നെ സ്ലാവിയയും വെർച്ചസും മാത്രമാണ് ഈ ഒരു കാറ്റഗറി നോക്കും. പിന്നെ നമുക്ക് ഡിസൈർ, അമേസ് ഒക്കെ ലോവർ കാറ്റഗറി പോലും. ഇപ്പോൾ ഈ വെർണയ്ക്ക് ഒരു ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്. 11 ലക്ഷം മുതൽ 18 ലക്ഷം രൂപ വരെ ആയിരിക്കും പ്രൈസ് വരുന്നത്. ഈ വർഷം സെഡാൻസിനെല്ലാം തന്നെ ഒരു ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്. സ്കോഡയ്ക്കും വോക്സ്വാഗനും ഉൾപ്പെടെയുള്ള സെഡാൻസിന് ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തുന്നതായിരിക്കും. ഈ ഒരു വെർണയുടെ ഫേസ് ലിഫ്റ്റ് Q2 2026 പ്രതീക്ഷിക്കാം. നിലവിലുള്ള ഒരു എഞ്ചിൻ സ്പെക് തന്നെയായിരിക്കും. ഡിസൈൻസിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം, ഫീച്ചേഴ്സിലും ചെറിയ വ്യത്യാസങ്ങൾ വരാം. ഇതല്ലാതെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരില്ല. റേഡിയോയിൽ പാട്ടുകൾ വരുന്നുണ്ട്. ഇത് സർഗക്ഷേത്ര 89.6 FM.